സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നു. 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ വിട്ടുനിൽക്കും. മധ്യസ്ഥ ചർച്ചകളിൽ ലീഗ് അനുകൂല വിഭാഗം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമാണ്. അനൽക സെയ്ദ് എം പിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൽക, എന്താണ് ലീഗ് അനുകൂല വിഭാഗത്തെ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത്? ലക്ഷ്മി, സമസ്തയിലെ ചേരിപ്പോര് തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്നാണ് സമസ്തക്കകത്തെ ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് കാരണമെന്ന് പറയുന്നത്, കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ സമസ്തക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം അതോടൊപ്പം തന്നെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ഒക്കെ ചർച്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ സമസ്തക്കകത്തെ ലീഗ് അനുകൂല വിഭാഗം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യങ്ങളൊന്നും സമസ്തയുടെ നേതൃത്വം പരിഗണിക്കാത്തതുള്ള അതൃപ്തിയാണ് ഇത്തരത്തിലൊരു ബഹിഷ്കരണത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കി ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ കേന്ദ്ര മുഷാവറം കൂടിയായിട്ടുള്ള മുസ്തഫൽ ഫൈസി അടക്കം സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഈ നാസർ ഫൈസി കൂടത്തായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വാർത്തകളൊക്കെ തന്നെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തെ അത്തരത്തിലൊരു അതൃപ്തി വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് സമസ്തകത്തെ ലീഗ് അനുകൂല വിഭാഗം സമസ്ത ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ഈ മധ്യസ്ഥ ചർച്ചകളിലൊക്കെ തന്നെ സമസ്തയിലെ ലീഗ് നേതൃത്വവുമായും സമസ്ത ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ വന്ന ചർച്ചകളിലൊക്കെ തന്നെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിലുള്ള ഒരു അതൃപ്തിയാണ് ഇപ്പോൾ സമസ്ത ലീഗ് അനുകൂല വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇത് പരിഹരിക്കണമെന്നൊരു ആവശ്യം ലീഗ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമസ്തക്കകത്ത് അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം സമസ്തയുടെ 100ാം വാർഷികാഘോഷം കാസർഗോഡ് വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം ഈ സമസ്തയുടെ തുടർന്നുള്ള പരിപാടികൾക്കകത്ത് വിട്ടു നിന്നാൽ ഒരുപക്ഷെ അത് വരാൻ പോകുന്ന സമസ്തയുടെ പരിപാടികളെ തന്നെ ബാധിക്കുന്ന ആശങ്കയും സമസ്ത നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം തന്നെ സമസ്തയുടെ നേതൃത്വത്തിനെതിരെ ഒരു അതൃപ്തി ലീഗ് അനുകൂല വിഭാഗം വെക്കുന്നുണ്ട്. അതായത് ജിഫ്രിതങ്ങളടക്കം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നൊരു ഉറപ്പ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മുഷാവറക്കുള്ളിൽ യോഗത്തിനുള്ളിൽ വരെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തെ പ്രകോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സമസ്തയുടെ 100ാം വാർഷികാഘോഷ പരിപാടികളുമാണ്. അതിനു മുമ്പ് പരിഹരിക്കാനായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സമസ്ത ലീഡർഷിപ്പിൻ്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ലീഡർഷിപ്പിൻ്റെയും ശ്രമം. ലക്ഷ്മി, അനൽക സെയ്ദ് എം പിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ